ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ പരസ്പര സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മാസമാണ്. നമ്മുടെ നാട്ടിൽ ഒരാള് നോമ്പുകൊണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ നമ്മൾ ഈ നോമ്പ് കാലത്ത് മറ്റൊരു മാസത്തിലും ഇല്ലാത്തതുപോലത്തെ പരസ്പര സഹകരണം കാണപ്പെടുന്ന മാസമാണ്. കഴിഞ്ഞ ദിവസം നടുവണ്ണൂർ മേഖലയുടെ ഒരു വീഡിയോ കാണാൻ സാധിക്കുകയുണ്ടായി. അവരിങ്ങനെ എല്ലാവരും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഈ സമയത്ത് തന്നെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നതിനപ്പുറം ഒരു പോസ്റ്റർ പിടിച്ചിട്ട് ഇഫ്താർ ടെന്റ് എന്ന പേരിൽ ഹൈവേയുടെ ചാരത്ത് ഒരു പോസ്റ്റർ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ വൈകുന്നേര സമയമാവുമ്പോ, അത്താഴ സമയമാവുമ്പോ വാഹനത്തിൽ പോകുന്ന ആളുകൾക്ക് നോമ്പുതുറയുടെ വിഭവങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്കും വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന യാത്രികരുണ്ടാവും, ആസ്പത്രിയിൽ പോയി വരുന്നവരുണ്ടാവും. പല വിധേനയും നോമ്പ് സമയത്ത് അതായി തുറക്കുന്ന സമയത്ത് വീട്ടിലെത്താൻ കഴിയാത്തവരുണ്ടാവും. അവർക്കൊക്കെ സാന്ത്വനമായിട്ട് അവർക്ക് നോമ്പുതുറയുടെ വിഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ ചെറുപ്പക്കാർ ഈ ഒരു വേളയിൽ ആ സമയത്തേക്ക് വേണ്ടി പരസ്പര സാഹോദര്യം ഉദ്ദേശിച്ചുകൊണ്ട്, നോമ്പുതുറയുടെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആ തരത്തിൽ ഇഫ്താർ വിഭവങ്ങളുമായിട്ട് കവലകളിൽ നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മാസത്തിൽ മാത്രം കാണാൻ കഴിയുന്ന പ്രത്യേകതയാണ്. അതാണ് ഹബീബ്